സഭ നടപടിക്രമങ്ങൾ വീണ്ടും തുടരുന്നു. സഭയിലേക്ക് സ്ഥാപനങ്ങൾ മാനദണ്ഡ പ്രകാരം പൂട്ടാൻ നിർദ്ദേശം നൽകുകയും നടപടികൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ നോട്ടീസിൽ സർ UDFന്റെ കാലത്ത് വളരെ മികച്ച പ്രകടനമാണ് നടത്തിയിരുന്നതെന്നും അന്ന് ഒന്നാം സ്ഥാനത്തായിരുന്നുവെന്നും പറയുന്നുണ്ട്. അത് വസ്തുതാപരമായി തെറ്റാണ്. സംസ്ഥാനം രണ്ടാം സ്ഥാനത്ത് എത്തപ്പെട്ടത് 2018-19 സർ 2021 ഈ അസസ്മെന്റിന്റെ മാനദണ്ഡങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ കേന്ദ്രം കൊണ്ടുവരികയും ചെയ്തു, FSSA കൊണ്ടുവരികയും ചെയ്തു. സർ, നമുക്ക് ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഇക്കാര്യങ്ങളിൽ വസ്തുത എന്താണ് എന്നുള്ളത് പരിശോധിക്കാം. ആദ്യം പരിശോധനകളുടെ എണ്ണമാണ്. സർ, 2012-13 കാലയളവിൽ, ഈ നോട്ടീസിൽ പറയുന്ന കാലയളവിൽ അന്നത്തെ സംസ്ഥാനത്ത് മുഴുവൻ നടന്ന പരിശോധനകളുടെ എണ്ണം 6358 2013-14 356 ഒരു വർഷത്തെ പരിശോധനകളുടെ എണ്ണമാണ് പറയുന്നത്. 14-15 കാലയളവിൽ 1195 15-16 കാലയളവിൽ 3525 2016-17 കാലയളവിൽ 5497 2017-18 കാലയളവിൽ വലിയൊരു വർധന പരിശോധനകളുടെ എണ്ണത്തിലുണ്ടായി. 25,948 അത് ഉയർന്നു. 2018-19 27,728 19-20 33,044 2020-21 40,000 സർ, 2021-22 അത് 44,676 സർ, നമ്മൾ ഇത് പറയുമ്പോൾ 2022-23 ഡിസംബർ ജനുവരി മാസം വരെ ഇതുവരെ 64,086 പരിശോധനകൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ട്. സർ, ഈ പറഞ്ഞതുപോലെ UDFന്റെ കാലത്ത് പരമാവധി ആ കാലയളവിലെ ഒരു വർഷം അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ പരിശോധനകൾ നടത്തിയതിന്റെ പരമാവധി എണ്ണം 6,358 356 പരിശോധന നടത്തിയ വർഷവുമുണ്ട്. അപ്പോൾ ഈ വർഷം ഇതുവരെ നമ്മൾ 64,086 പരിശോധനകൾ നടത്തുമ്പോൾ സർ, അതിനനുസരിച്ചിട്ടുള്ള പെനാൽറ്റികളും അതുപോലെ കടകൾ അടപ്പിക്കുന്ന മറ്റു നടപടികളും അതുപോലെ ഉള്ള നടപടികൾ, നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഭക്ഷ്യ വിഷബാധയോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഓരോ ദിവസവും പ്രത്യേകമായി ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഇനി ഭക്ഷ്യവിഷബാധ മൂലമുള്ള മരണങ്ങൾ പരിശോധിക്കാം. അതും ഈ നോട്ടീസിൽ പറയുന്നുണ്ട് സർ. അന്ന് അത്ര മരണമുണ്ടായി, ഇന്ന് ഇത്ര മരണമുണ്ടായി എന്ന് പറയുകയല്ല ചെയ്യുന്നത്. എന്നാൽ അന്ന് മരണമുണ്ടായാലും ഇന്ന് മരണമുണ്ടായാലും ഭക്ഷ്യവിഷബാധ മൂലമുള്ള മരണം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്നാലും അത് നോട്ടീസിൽ പറഞ്ഞതുകൊണ്ട് സർ, ഇത്രയും കടകൾ ഇല്ലാതെയിരുന്ന 10 വർഷം മുൻപുള്ള ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. 2012-13 2 മരണമാണ് സംസ്ഥാനത്ത് ഭക്ഷ്യവിഷബാധ മൂലം ഉണ്ടായത്. ഷവർമ മൂലം അത് കഴിച്ച് ആദ്യമായി ഭക്ഷ്യവിഷബാധ ഉണ്ടായി ഒരാൾ മരിച്ചത് 2012-13 കാലയളവിലാണ്. 2013-14 കാലയളവിൽ 1, 15-2, 16-1, 17-2, 18-1, 19-2, 20-1, 21 ആരും മരിച്ചില്ല, 22 1 എന്നുള്ളതാണ്. സർ, ഭക്ഷ്യവിഷബാധ മൂലം ആരും മരിക്കരുത് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. സർ, പരിശോധനകൾ ശക്തമാക്കിയും നിയമപ്രകാരമുള്ള നടപടികളും സ്വീകരിച്ചും അത് ഭക്ഷണശാലകൾ സ്വീകരിക്കുന്നു എന്ന് ഉറപ്പാക്കിയുമാണ് വകുപ്പ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ ഒരു ഘടകം മാത്രമാണ് ഹെൽത്ത് കാർഡ്. സർ, ഈ ഹെൽത്ത് കാർഡ് 2011 റെഗുലേഷൻ പ്രകാരം നടപ്പിലാക്കേണ്ടതാണ്. 17(1) റെഗുലേഷനിൽ food handlers and employees of the establishment shall undergo a medical examination by a registered medical practitioner annually to ensure that they are free from any infectious and other communicable diseases. A record of these examinations shall be maintained. 17(1) 17(2) റെഗുലേഷനിലാണ് സർ ഇത് പറയുന്നത്. ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നവർക്കും ഹെൽത്ത് കാർഡ് നിയമപരമായി നിർബന്ധമാണ്. അപ്പോൾ പകർച്ചവ്യാധികളും അല്ലെങ്കിൽ അവർ ഭക്ഷണം ഉണ്ടാക്കുന്നവരിൽ നിന്ന് ഭക്ഷണം വിളമ്പുന്നവരിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളിലേക്ക് പകരരുത് എന്ന ലക്ഷ്യത്തോടെയാണ് നിയമപരമായ ഒരു ഹെൽത്ത് കാർഡ് ഉണ്ടാകണം എന്നുള്ളത് അനുശാസിക്കുന്നത്. സർ, ഈ സർക്കാരിൻ്റെ കാലയളവിൽ അത് കർശനമായി നടപ്പിലാക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ഫെബ്രുവരി 1 മുതൽ ഇത് നിർബന്ധമായും വേണം എന്നൊരു നിലപാട് സർക്കാർ സ്വീകരിച്ചു. അപ്പോൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനും അതുപോലെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പ്രതിനിധികൾ ഈ കാലയളവ് പോരാ, കൂടുതൽ സമയം ഹെൽത്ത് കാർഡ് എടുക്കാൻ വേണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സാവകാശം കൊടുക്കുകയാണ് ചെയ്തത്. സാർ, ഇത് കാണേണ്ടത് 10-11 വർഷമായി നിലവിലുണ്ടായിരുന്ന ഒരു നിയമം ശക്തമായി നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിനോട് വളരെ പോസിറ്റീവായി ഈ മേഖലയിലുള്ളവർ പ്രതികരിച്ചു എന്നുള്ളത് കൂടി കാണേണ്ടതാണ്. അപ്പോൾ ഹെൽത്ത് കാർഡ് എടുക്കുന്നതിന് വേണ്ടി വലിയ തിരക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് സാവകാശം നൽകാൻ തീരുമാനിച്ചത്.
ഹെൽത്ത് കാർഡില്ലാതെ സർ ഇനി ഭക്ഷണശാലകളിൽ ഒരാൾക്കും സംസ്ഥാനത്ത് ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. കർശനമായി ഈ നിയമം നടപ്പിലാക്കുന്നതിന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ഈ ഹെൽത്ത് കാർഡ് ഇതുവരെ എടുക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ധാരാളമായുള്ള സാഹചര്യത്തിൽ അതിന് സാവകാശം അനുവദിച്ചുകൊണ്ട് അതിന് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി അത് പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. സർ, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. സർ, ഇതിലൊരു വാസ്തവവിരുദ്ധമായിട്ടുള്ള അടിസ്ഥാന ഇല്ലാത്ത ആരോപണം ഉന്നയിക്കാതെ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തെ വളരെ ഭംഗിയായി നിർവഹിക്കുന്നതിന് പ്രതിപക്ഷം ഒപ്പം ഉണ്ടാകണം എന്നുള്ളതാണ് സർ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.